ദിവസം കഴിയും തോറും നന്ദുവിനെ ആണെങ്കിൽ അയാൾ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നന്ദുവിന് ഓഫീസറാണ്. അങ്ങനെ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ വിളിച്ച് വീട്ടിലെ കാര്യം പറ. അയ്യേ, അതെന്തിനാ വീട്ടിൽ വിളിച്ച് കാര്യം പറയുന്നേ? ഇങ്ങനെ നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലും നമ്മൾ ട്രെയിനിങ് സ്ഥലത്തിലൊക്കെ നമുക്ക് ഒരുപാട് റിസ്ക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വിളിച്ച് വീട്ടിൽ പറയാനാണ് നമ്മൾ SI ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിൽ പിന്നെ നീ ആ മൂർത്തി സാറിനെ വിളിച്ചു പറ. അദ്ദേഹം പറഞ്ഞാലേ ഇയാളെയൊക്കെ ആ സെക്കൻഡിലൂടെ തട്ടിത്തെറിപ്പിക്കും. എനിക്കതോ നിന്റെ മുൻവൈരാഗ്യമുള്ള പോലെ തോന്നുന്നു. നീ ശ്രദ്ധിച്ചോ, നീ ഓരോ തവണ നിന്നെ ശിക്ഷിക്കുമ്പോഴും അയാളുടെ ഫോണിൽ അയാളെ വീഡിയോ എടുക്കുന്നതാണ് തോന്നേ. വീഡിയോയോ നീ കണ്ടോ? അല്ല നന്ദു, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അന്ന് നിന്നെ പുഷപ്പെടുക്കാൻ പറഞ്ഞപ്പോഴും അയാൾ ആ ഫോൺ ഓണാക്കി നിന്റെ നേരെ പിടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പലതവണയായിട്ട് അയാൾ നിന്റെ പിന്നാലെ തന്നെ നടക്കാണ്. നിന്റെ ഫോൺ എടുത്ത് പരിശോധിക്കേണ്ട ആവശ്യമൊക്കെ അയാൾക്ക് എന്തിരിക്കുന്നു? നീ ആരെ സ്നേഹിച്ചാലോ നീ എന്ത് ചെയ്താലും അയാൾക്ക് എന്താ പ്രശ്നം? ഇവിടെ വരുന്ന ഒരാള് അയാളെ നന്നായി ട്രെയിൻ ചെയ്ത് പുറത്തിറക്കുക എന്നുള്ളതാണല്ലോ ഇയാളുടെ ഡ്യൂട്ടി. അതിന് നിന്റെ മെക്കിട്ട് കയറേണ്ട കാര്യമുണ്ടോ? നിന്റെ റൂംമേറ്റ് ആയതുകൊണ്ട് അയാൾ എനിക്കിട്ടും ഇടയ്ക്കിടയ്ക്ക് പണി തരാറുണ്ട്. അപ്പൊ അയാൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നിന്നെ തന്നെയാ. മറ്റാർക്കോ വേണ്ടിയാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ നന്ദു പറയാണ്, അത് നീ പറഞ്ഞത് എനിക്ക് സത്യമാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ അനാമിക മിക്കവാറും അവളുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും ഇതിന്റെയും പിന്നില്. അയാളെ എന്ത് ചെയ്തും എന്റെ ഈ ഒരു പ്രവർത്തനം മുടക്കാനേ അയാൾ എന്തും ചെയ്യും. ഇവിടുന്ന് SI ആയിട്ട് പുറത്തിറങ്ങിയാലേ അയാളുടെ ചീട്ട് കയറുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇത് കണ്ടൊന്നും ഞാൻ പേടിക്കാൻ പോണില്ല. എങ്കിലും അയാളുടെ ശിക്ഷയൊക്കെ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൊണ്ടുവരല്ലേ. ഞാൻ നോക്കട്ടെ എവിടെ വരെ പോകുന്നു, ഞാനും നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നന്ദുവിന് നല്ല ജലദോഷമൊക്കെ പനിയൊക്കെ ആയിരിക്കും കേട്ടോ. അവക്ക് അനങ്ങാൻ പോലും വയ്യ. അപ്പോഴേക്കും കൂട്ടുകാരെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എണീറ്റില്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പറയില്ലേ, നീ എഴുന്നേറ്റ് വാ, ഞാൻ പോയി സംസാരിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, എനിക്ക് എഴുന്നേക്കാൻ കൂടി വയ്യ. അങ്ങനെ പറഞ്ഞ് കൂട്ടുകാരെ നിർബന്ധിച്ച് നന്ദുവിനെയും കൂട്ടി ഓഫീസർ അടുത്ത് പോകുന്നുണ്ട്. ഇവക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എന്തിനാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ട്രെയിനിങ് പീരീഡിൽ അങ്ങനെ പലതും ഉണ്ടാവും. അതൊക്കെ സഹിച്ച് നിൽക്കാന്നവർ ഇവിടെ നിന്നാ മതി. അതല്ല ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നൊക്കെ ഉള്ളവർ ഇതിന്റെ പുറത്തു പോയിക്കോ. പക്ഷെങ്കിൽ ഈ ടെസ്റ്റിൽ താൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ എഴുതി അങ്ങ് വെക്കും എന്ന് പറയുമ്പോഴേക്കും നന്ദു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്, സാറേ ഇന്നലെയും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതിനെക്കാട്ടിലും 10 ഇരട്ടിയാണ് ഇവക്ക് സാറ് കൊടുക്കുന്ന ട്രെയിനിങ്. അതുകൊണ്ട് തന്നെ ഇവളുടെ ശരീരത്തിന് നല്ല വേദനയുണ്ട്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പനി പിടിച്ചത്. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പറയുമ്പോഴേക്കും, ഓഹോ, അപ്പൊ ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ് കൂടുതലാണോ കുറവാണെന്നൊക്കെ പറയാൻ മാത്രം നീ വളർന്നോ? എങ്കില് നിനക്ക് ഞാൻ പരാജയപ്പെട്ടു എന്ന് എഴുതി തരട്ടെ. സാർ എന്താ സാർ ഇത്? ദയവ് ചെയ്ത് ഇവളൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഇവക്ക് തീരെ സുഖമില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നേ ഞാൻ തീരുമാനിക്കും, മര്യാദയ്ക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദു തീരെ അവശയായിട്ട് നിൽക്കുകയാണ്. സാർ എന്ന് വിളിക്കുമ്പോൾ മിണ്ടി പോകരുത്, മര്യാദയ്ക്ക് 2 എണ്ണം പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കാണ്. ആ കൂട്ടുകാരാണല്ലോ നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്ക് ഇയാൾ വന്നിട്ട് ചുറ്റും ഓടിക്കേ എന്ന് പറയുമ്പോഴേക്കും, സാർ ഞാൻ ഓടിക്കോളാം, പക്ഷെ ഇവളെ കൊണ്ട് കഴിയും തോന്നില്ല. ഇവളെ സംസാരിക്കുന്നത് പോലും അബ്നോർമലായിട്ടാ, ഇവക്ക് നല്ല ക്ഷീണമുണ്ട്, ഇവളെ ഒന്ന് ഹോസ്പിറ്റലിൽ ആക്കണമെന്ന് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞങ്ങ് അനുസരിച്ചാൽ മതി. ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണെങ്കിലേ ഇവളെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ദേഷ്യപ്പെടുമ്പോഴേക്കും ഇവളിങ്ങനെ ഓടാൻ ശ്രമിക്കുകയാണ്. നന്ദുവിന്റെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും നന്ദു താഴെ കുഴഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ, ബോധം കെട്ട് വീഴുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കി കുട്ടികളെല്ലാം ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും ഇയാൾ ഫിസിലടിച്ചിട്ട് എല്ലാവരും ബാക്കിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇയാൾ പറയുന്നുണ്ട്, നീയെ അവളെ പൊക്കിയെടുക്ക്, ഇതൊക്കെ ഇവളുടെ അടവാ, എനിക്കറിയാം. ഇനി ട്രെയിനിങ് ചെയ്യാതെ കിടക്കാനുള്ള ഇവളുടെ പക്ക അടവാ. ഈ സാർ സത്യമായിട്ടും ഇല്ല, ഇവളുടെ ശരീരത്തെ ഒട്ടു നോക്ക്, നല്ല ചൂടുണ്ട്. ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് പറയുമ്പോൾ വേണ്ട, ഇവളെ ആ റൂമിൽ കൊണ്ട് കിടത്തിയാൽ മതി, അവിടെ കിടന്നോട്ടെ, എന്നിട്ട് മര്യാദക്ക് നീ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. ഇവിടെ ട്രെയിനിങ് എടുക്കാനാ വന്നത്, അല്ല റെസ്റ്റ് എടുക്കാനല്ല എന്നും പറഞ്ഞിട്ട് അയാൾ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാതെ കൂട്ടുകാരിയാണെങ്കിൽ നന്ദുവിനെ കൊണ്ടുപോയി റൂമിൽ കിടത്തുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് പോലും ചോദിക്കാതെ അവളുടെ ഫോൺ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നന്ദു ആണെങ്കിൽ തീരെ സുഖമില്ലാതെ ഒരു അബോധാവസ്ഥ ആ ഒരു മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇവളൊക്കെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. നന്ദുവിനെ ഫോൺ എടുത്തിട്ട് അപ്പോൾ ഡയൽ ചെയ്തിരിക്കുന്ന നമ്പറൊക്കെ നോക്കുകയാണ്. അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഇവളെ വന്നിവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയുള്ളൂ, ഇവളുടെ SI എന്ന സ്വപ്നം പോലും ഇല്ലാതാവും. അത് വേണ്ട, അനിയോട് പറഞ്ഞാലും അത് ഇതിൽ വലിയ പ്രശ്നമാവും. എന്തായാലും മൂർത്തി സാറിനെ വിളിച്ച് പറയാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ മൂർത്തി മുത്തശ്ശൻ എന്ന് പറഞ്ഞ നമ്പറിൽ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോഴേക്കും മുത്തശ്ശനാണ് ഫോൺ എടുക്കുന്നത്. നന്ദുമോളെ മോളെന്താ മുത്തശ്ശനെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്.
അത് പിന്നെ സാർ ഞാൻ നന്ദു അല്ല, ഞാൻ നന്ദുവിന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട്. അല്ല എന്ത് പറ്റി, എന്ത് നന്ദു എന്തെയും ചോദിക്കുമ്പോഴേക്കും അവൾ അന്ന് വരെ നടന്ന കാര്യങ്ങളെല്ലാം, അതായത് അയാൾ വന്നപ്പോൾ തൊട്ട് നന്ദനെ ഉപദ്രവിക്കുന്നതും അത് വീഡിയോ ഷൂട്ട് ചെയ്ത് ആർക്കും അയച്ചു കൊടുക്കുന്നുണ്ടെന്നും ഇങ്ങനെ ഉപദ്രവിക്കുകയാണെന്നും നന്ദുവിന് തീരെ അൺകോൺഷ്യസ് ആയി കിടക്കുകയാണെന്നും ആ സമയത്ത് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറഞ്ഞെന്നും അവൾ തലറങ്ങി വീണതും മുറിയിലേക്ക് കൊണ്ട് കിടത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് അയാൾ ഉപദ്രവിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഫ്രണ്ട് വിളിച്ചിട്ട് മുത്തച്ഛനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, അവളുടെ എസ് എന്ന സ്വപ്നമാകും ഇതെല്ലാമായി പോകുന്നത്. അത് അവളെ ഇതുപോലെ ആക്കാൻ ഏത് ശത്രുക്കളാണ് കരുതുന്നത്, അവർക്ക് സന്തോഷമാവുകയുള്ളൂ. അവൾ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചിരുന്നത് അവളുടെ സ്വപ്നം നേടിയെടുക്കാനാ. അതുകൊണ്ടാണ് ഏറ്റവും ഉചിതം തോന്നിയത് ഞാൻ ചെയ്തത്. മുത്തശ്ശനെ അങ്കിളിനെ വിളിച്ച് പറഞ്ഞാൽ അവളുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ അയാൾ മനഃപൂർവ്വമായിട്ട് നന്ദുവിനെ എയിം ചെയ്യാണ്. അയാളുടെ ഫോൺ നോക്കി അറിയാം നന്ദുവിന്റെ വീഡിയോസൊക്കെ എടുത്ത് ആർക്കുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ, ഒരു സ്ഥാനത്തിരുന്നിട്ട് അയാൾ അത്രമാത്രം ചെയ്യാറായോ? എങ്കിൽ പിന്നെ അവൻ ഇനി അവിടെ ഉണ്ടാവില്ല. എന്തായാലും മോള് വിളിച്ച് പറഞ്ഞു നന്നായി. ഇനി ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അയാൾ നന്ദുവിന്റെ മാപ്പ് പറയും. ഇത് ഞാനാ പറയുന്നേ എന്ന് പറയുന്നുട്ടോ. എന്നിട്ട് പറയാണ് ഞാനിപ്പോൾ തന്നെ അവിടെ ആൾക്കാരെ പറഞ്ഞു വിട്ടോളാം, നന്ദുവിനെ എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. ശരി സാറെന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ പുറത്തേക്ക് പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ആ ഉദ്യോഗസ്ഥൻ, അതായത് ആ ഓഫീസർ ചോദിക്കുകയാണ്, എന്താ അവളെ കൊണ്ട് കിടത്തിയില്ലേ, ഇനി നിനക്ക് പുറത്തിറങ്ങി പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ പുറത്തിറങ്ങി പോവാണ്. ഈ സമയത്ത് ഇയാൾ അകത്തേക്ക് കയറിയിട്ട് വേണുവിനെ വീഡിയോ കോൾ ചെയ്തിട്ട് നന്ദുവിന്റെ സുഖയിലെ കിടക്കുന്നത് കാണിക്കുകയാണ്. ആഹാ, താൻ കൊള്ളാരുടെ ആള്, പോയി ഒരാഴ്ചക്കുള്ളിൽ അവളെ താൻ കിടപ്പിലാക്കിയോ? താൻ എന്തായാലും കൊള്ളാം. ഇവളെ ഇങ്ങനൊന്നും ആയ പോരാ. ഇവളിനി ഒരിക്കലും എസ് പുറത്തേക്ക് ഇറങ്ങാൻ കൂടി പാടില്ല എന്നൊക്കെ വീണു പറയുന്നുണ്ട്. അപ്പോഴേക്കും ആയിരിക്കും ഇയാളുടെ പുറകിലേക്ക് 2 ഓഫീസർമാർ വന്നിരിക്കുന്നത്. ഇയാളെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് വീണു പറയുന്നുണ്ട്, എന്തായാലും താൻ ഞാൻ പറഞ്ഞോളി ചെയ്തല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. അവൾ ഇനി എസ് ആയിട്ട് അവിടുന്ന് പുറത്തിറങ്ങല്, എത്രയും പെട്ടെന്ന് അവൾ ഡിസ്മിസ് ചെയ്തേക്ക്. ഈ ഒരു കാര്യം പറഞ്ഞ് അവളെ അവിടുന്ന് ഒഴിവാക്കിയേക്കെന്ന് പറയുമ്പം അത് ഞാൻ ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് ഇയാൾ തിരിഞ്ഞു നോക്കുന്നത് ആ ഓഫീസർമാരുടെ മുഖത്തേക്കായിരിക്കും. പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ഓഫീസർമാർ ചോദിക്കുമ്പം അത് പിന്നെ സാർ ഈ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു, ഞാൻ നോക്കാൻ വന്ന അത് മനസ്സിലായി. തന്നെ ഇപ്പൊ വിളിച്ച ആളെ ഞങ്ങൾ കണ്ടു. അയാൾ പറഞ്ഞതും കേട്ടു. ഇവൾ എസ് ആയിട്ട് പുറത്തിറങ്ങല് അതിനുവേണ്ടി ചെയ്യാനും കിടപ്പിലാക്കാനും വേണ്ടിയല്ലേ പറഞ്ഞത്. അത് മാത്രമല്ല ഇവിടുന്ന് അവളുടെ ഫ്രണ്ടിനെയും ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ മൊഴികൾ ഞങ്ങൾ എടുത്തു. അവർ പറഞ്ഞു താൻ മനഃപൂർവ്വമായിട്ട് ഈ കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഇയാളുടെ ഫോൺ പെട്ടെന്ന് പിടിച്ചു മേടിച്ച് കസ്റ്റഡിയിൽ വെക്കുന്നുണ്ട്. സാറെന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കേട്ടോ. താൻ പുറത്തേക്ക് വാണെന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ 2 ഓഫീസർമാരും പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ 2-3 പോലീസുകാരും വരുന്നുണ്ട്. അങ്ങനെ ഇയാളുടെ ഫോണ് അവർ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഈ വേണു എന്ന് പറഞ്ഞ ആളുടെ ഫോണിലേക്ക് വീഡിയോ കുറെ അയച്ചു കൊടുത്തിരിക്കുകയാണ്. നന്ദുവിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുത്തേക്കുന്നു. അപ്പോഴേക്കും ഇവരുടെ വോയിസ് നോട്ടൊക്കെ ഇവർ വെച്ച് കേൾക്കുന്ന സമയത്ത് അതിനകത്തുണ്ട് ഇവളെ ഉപദ്രവിക്കണം, ഇത് മാത്രം പോരാ, അവളെ അവിടെ നിന്ന് ഉപദ്രവിച്ച് അവളോട് എസ് ചെയ്യാതെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാറ്റ് മുഴുവനും ഇവർ കേൾക്കാണ്. തനിക്ക് നാണമില്ലടോ, താൻ എന്തൊരു സ്ഥാനത്തായിരിക്കും തനിക്ക് അറിയാമോ? താനാണ് ഈ നാട്ടിലുള്ള പോലീസുകാർക്കൊക്കെ മാതൃകയാവേണ്ടത്. എന്നിട്ട് താൻ തന്നെ ഇങ്ങനെ ചെയ്താലോ? നാണമില്ലേ? എന്തായാലും തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇയാള് സാർ ആരാ സാർ എന്നെ കംപ്ലൈന്റ് ചെയ്തെന്ന് ചോദിച്ചിട്ട് ആ കൂട്ടുകാരിയെ നോക്കുകയാണ്. താൻ മറ്റാരെ നോക്കണ്ട, ഇത് ഇവിടെ നിന്നുള്ള കംപ്ലൈന്റ് അല്ല. ഈ നന്ദു എന്ന് പറഞ്ഞ കുട്ടി ഏത് കുടുംബത്തിലെന്ന് എനിക്കറിയാമോ? താൻ ആനന്ദപുരിക്കാരെന്ന് കേട്ടിട്ടുണ്ടോ? മൂർത്തി സാറിന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലെ കുട്ടിയാണിത്. ആ കുട്ടിയുടെ തന്റെ വേലത്തിലൊക്കെ കാണിച്ചത്. എന്തായാലും തനിക്കിനി ഊരിപ്പോരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയാള് ആ മൂർത്തി തന്നെ സാറുണ്ടല്ലോ, ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. അദ്ദേഹം വിളിച്ചൊരു കാര്യം പറഞ്ഞോണ്ടാ ഞങ്ങൾ അന്വേഷിച്ചു തന്നത്. അദ്ദേഹം ഒരിക്കലും കള്ളം പറഞ്ഞില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്തായാലും വന്നപ്പോൾ തന്നെ തെളിവുകൾ സഹിതം കൈയോട് പിടികൂടി. ഈ തെളിവ് മതി തന്നെ കോടതിയിൽ ഹാജരാക്കാനായിട്ട്. എന്തായാലും ഞങ്ങൾ അതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പോവാം. ഇനി തന്റെ സസ്പെൻഷൻ ഡിസ്മിസിലാക്കണമെന്നുള്ളതേ കോടതി തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാളെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും 2 ലേഡി പോലീസുകാർ വന്നിട്ട് പറയുന്നുണ്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന്. അങ്ങനെ ആ ഫ്രണ്ടും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം നമ്മുടെ നന്ദന് ബോധം വരുന്നുണ്ട്. നന്ദു ചോദിക്കുകയാണ് എന്താ എന്നെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നടന്ന കാര്യമെല്ലാം ഫ്രണ്ട് പറയുന്നുണ്ട്. നീ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ മൂർത്തി സാറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാറിനോട് പറഞ്ഞ് 10 മിനിറ്റ് ആകുന്നതിന് മുമ്പേ ഇവിടെ ഓഫീസർമാർ വന്നപ്പോഴേ നിന്റെ വീട് എടുത്ത് അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ആർക്ക്? എന്റെ വീഡിയോയോ? ആരയച്ചു കൊടുത്തു? വേറെ ആരാ? അങ്ങേര് ആ ഓഫീസർ.
ആർക്ക് അയച്ചു കൊടുത്തറിയാമോ? നീ എപ്പോഴും പറയാറില്ലേ അനാമികയും അവളുടെ അച്ഛനും. അങ്ങർക്ക് തന്നെ ആ വേണു എന്ന് പറഞ്ഞ ആൾക്ക് അയച്ചു കൊടുത്തോണ്ടിരുന്നത്. നിന്റെ വീഡിയോസും നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അയാൾ പറഞ്ഞിട്ടാ ഇയാളെ ചെയ്തോണ്ടിരുന്നത്. അപ്പോഴെനിക്ക് സംശയം തോന്നിയിരുന്നു എന്ന് നന്ദു പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ അന്വേഷിക്കാവുന്ന ഓഫീസർമാരെ അത് കയ്യോടെ പിടികൂടി ഫോണും കസ്റ്റഡിയിലെടുത്തു. എന്നാലും ഇപ്പൊ അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കാം. കോടതിയിൽ കൊണ്ടുവരുന്നില്ല, ഹാജരാക്കിയതിനു ശേഷം അറിയാം അയാൾ ഡിസ്മിസ് ചെയ്യുമോന്ന്. എന്തായാലും ഇനി നമുക്ക് നല്ല ട്രെയിനറായിരിക്കും വരാൻ പോകുന്നത്, അതുകൊണ്ട് സമാധാനമുണ്ട് എന്ന് കൂട്ടുകാർ പറയുമ്പോൾ നന്ദു പറയാണ്, ഇവിടെ നിന്ന് ഇറങ്ങുന്ന വരെ എനിക്കൊരു പരീക്ഷണ കാലഘട്ടമായിരിക്കും. എന്തൊക്കെ അതിജീവിച്ചാണെങ്കിലും ഞാൻ SI ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, ഇനി പേടിക്കണ്ട, മൂർത്തി സാറിന്റെ ഒരു നോട്ടമേ ഇനി ഇവിടെ എപ്പോഴും ഉണ്ടാവും. നന്ദു പറയുന്നുണ്ട്, ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും ചെയ്തതാണെങ്കിലും എനിക്കത് ഒരുപാട് ഉപകാരമായി, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, നീ എൻ്റെ ഫ്രണ്ടല്ലേ, നിന്നെ അവിടെ കഷ്ടപ്പെടുന്ന കാണുമ്പം ആർക്കെല്ലാം സഹിക്കാൻ പറ്റുമോ? ഇവിടെയുള്ള എല്ലാവരെക്കാട്ടിലും കഴിവുള്ളത് നിനക്കാ. ആ സമയത്ത് നിന്നെ പോലെ ആളെ SI ആവാൻ സമ്മതിക്കാതിരിക്കുന്നതല്ലേ ഒരർത്ഥമില്ല. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് നിന്നെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ.